ശ്യാംകുമാർ ചേരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ശ്യാം, ഇപ്പോൾ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചിരുന്നു ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് 27, 29 എന്നീ വകുപ്പുകൾ. പക്ഷേ എങ്കിൽ കൂടി ഷൈനെതിരെ കൃത്യമായ തെളിവുകൾ പോലീസിനുണ്ട്. ഈ ഡ്രഗ് ഡീലറായ സജീറിനെ പണം കൈമാറിയതിന്റെ തെളിവുകളുണ്ട്, മറ്റ് ഡിജിറ്റൽ രേഖകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ജാമ്യം ലഭിച്ചാൽ തന്നെ എപ്പോഴും ഷൈൻ പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണ വലയത്തിലായിരിക്കും. അങ്ങനെ തന്നെയല്ലേ കരുതാനാവുക ശ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എങ്കിലും ജാമ്യം നൽകണോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായി തീരുമാനിക്കുക കോടതിയാണ്. കാരണം ഈ നേരത്തെ തന്നെ ഒരു കൊക്കൈൻ കേസിൽ പ്രതിയാവുകയും അറസ്റ്റിലാകുകയും ചെയ്ത ഒരു പ്രതിയാണ്. അതായത് മയക്കുമരുന്ന് കേസിൽ മുൻകാല ബന്ധമുണ്ട്, ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി മുഖവിലക്കെടുത്താൽ ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യവുമുണ്ട്. ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം പോലെ തന്നെ നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യവും ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ എന്ത് നിലപാട് ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എടുക്കും എന്നുള്ളത് ഏതായാലും ശ്രദ്ധേയമാണ്. നിലവിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചത്. അവിടെ പരിശോധന നടക്കുന്ന സമയത്ത് സാമ്പിളുകൾ ശേഖരിക്കും. ഡോപ്പിംഗ് ടെസ്റ്റിനടക്കമുള്ള സാമ്പിളുകൾ ജനറൽ ആശുപത്രിയിൽ വെച്ച് ശേഖരിക്കുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാകും കോടതിയിൽ ഹാജരാക്കുക. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാവും ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ കേസിൽ കോടതി ജാമ്യം നൽകുമോ അതോ പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. അല്പസമയം മുമ്പാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് ലഹരി വിരുദ്ധ നിയമം NDPS നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരം പോലീസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ തുടർ നടപടികൾക്ക് വേണ്ടി വൈദ്യപരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോവുകയും ചെയ്തത്. മലയാള സിനിമയിൽ തന്നെ തുടർച്ചയായി ലഹരി കേസുകളിൽ ഉൾപ്പെട്ട 2 തവണ അറസ്റ്റിലാകുന്ന ആദ്യ നടനായി കൂടി ഷൈൻ ടോം ചാക്കോ മാറുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ക്യാമ്പയിനുകൾ, ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നതിനിടയിലാണ് മലയാള സിനിമാ മേഖലയാകെ നാണം കെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു നടൻ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ മലയാള നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. കേരള പോലീസിന്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കേരള പോലീസിന്റെ മികച്ച ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യമുനയ്ക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി എറണാകുളത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് വന്ന ഷൈൻ ടോം ചാക്കോ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാം വന്നത്. ജാമ്യം കിട്ടും, അല്ലെങ്കിൽ അറസ്റ്റിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് അറസ്റ്റ് ചെയ്യുന്നത് എന്ത് എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചോദിച്ചിരുന്നു. അങ്ങനെ വലിയ നാടകീയതയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ഉച്ചവരെ അധികമൊന്നും ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നിർണായക നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, അതുതന്നെയാണ്, അതായത് വലിയ ആത്മവിശ്വാസം ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയാൽ ആരും തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കോ പതറി. അവസാനം ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ സാമ്പത്തിക ഇടപാടുകളാണല്ലോ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങിയത്. അതായത് സജീർ, ഡ്രഗ് ഡീലർ സജീറിനെ അറിയില്ല, തനിക്ക് അത്തരമൊരു ബന്ധമില്ല, താൻ ലഹരി ഉപയോഗിക്കില്ല എന്നൊക്കെ പല തവണ ആവർത്തിച്ചിട്ടും കൃത്യമായ തെളിവുകൾ മുന്നിൽ വെച്ചപ്പോൾ ഷൈൻ പതറി. ഷൈൻ അവസാനം സമ്മതിക്കുന്നു. ഈ പറഞ്ഞതുപോലെ എത്ര രൂപയുടെ ഇടപാട് നടത്തി, സജീറുമായി മാത്രമാണോ ഇടപാട് നടത്തിയത്, മറ്റേതെങ്കിലും ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ, അത്തരത്തിൽ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ വിഷ്ണു? ഈ സജീറുമായി സംഭവ ദിവസം, അതായത് ഷൈൻ ഓടിപ്പോയി എന്ന് പറയുന്ന ദിവസം 20,000 രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഒരു വിവരമായി പോലീസ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇയാളിത് ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന ഏറ്റവും ഒടുവിൽ പോലീസിനോട് സമ്മതിച്ചു. പക്ഷേ ഈ സംഭവ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടില്ല, മറ്റ് മദ്യം മാത്രമാണ് ഉപയോഗിച്ചതെന്ന പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസ് ഈ മൊഴികളൊന്നും, ഷൈൻ നൽകിയ കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഏറ്റവും അവസാനം പോലീസിന്റെ പക്കലുള്ള തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഷൈൻ പോലീസിന്റെ വഴിക്ക് വന്നത്. അങ്ങനെയാണ് ഈ കേസടക്കമുള്ള നടപടിയിലേക്ക് പോയത്. നിലവിൽ ഷൈനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. NDPS 27, 29 ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. പക്ഷേ അതിനും അപ്പുറത്ത് ഈ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു കേസെടുക്കാൻ പറ്റിയെന്നതിനപ്പുറത്ത് ഇതിൽ ഈ ആന്റി ടോപ്പിംഗ് ടെസ്റ്റിനുള്ള ഒരു സാധ്യത തെളിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ വകുപ്പുകളൊക്കെ പിന്നീട് പോലീസിന് ചേർക്കാനുള്ള ഒരു സാധ്യത നിലവിൽ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. അത് കൂടുതൽ നടപടിയിൽ
നടപടിയിലേക്കൊക്കെ പോകും. ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ചവരെയൊക്കെ നമ്മൾ കരുതിയിരുന്നത് പോലെയല്ല സാഹചര്യം. അതെല്ലാം അമ്പാടെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. രാവിലെ മുതൽ പോലീസ് തന്നെ പറയുന്നത് കേസ് ഉണ്ടാകില്ല എന്നൊക്കെയാണ് ACP അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. പക്ഷേ പിന്നീട് അതിലൊക്കെ മാറ്റം വരുന്നു. ഷൈൻ്റെ മൊഴികളാണ് അതിലേറ്റവും വെല്ലുവിളിയായി ഷൈന് മാറിയത്. ഷൈൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും തെറ്റിപ്പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ പൂർണ്ണമായൊരു വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ് ഷൈൻ മാറി മാറി പറഞ്ഞത്. അതെല്ലാം പോലീസിന് മനസ്സിലാകുന്നു. പോലീസ് തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ നിരത്തി ചോദിക്കുമ്പോൾ മാത്രമാണ് ഷൈൻ സത്യം പറയുന്നത്. അപ്പോൾ തന്നെ പോലീസിന് വ്യക്തമായി ഇയാൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണ് ഷൈൻ്റെ കേസ് എടുത്ത് അറസ്റ്റ് നടപടിയിലേക്ക് പോയത്. അല്പസമയം മുമ്പ് ACP ജയകുമാർ പറഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ്. ഇനി ഷൈൻ പോലീസിന്റെ റഡാറിലായിരിക്കും പൂർണ്ണമായും. ഒരു തരത്തിലും ഉള്ള ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഷൈന് പോകുന്നതിന് വെല്ലുവിളി ഉണ്ടാകും. ഒപ്പം ഈ കേസിൽ പ്രധാനി എന്ന അല്ലെങ്കിൽ ഈ കേസിൽ ഷൈന് കുരുക്കായി മാറിയത് സജീറുമായുള്ള ബന്ധമാണ്. സജീറിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. സജീറിനെ അറസ്റ്റ് ചെയ്താൽ ഇയാളുമായി ബന്ധമുള്ള ബന്ധം എത്ര നാളായി തുടങ്ങിയിട്ട് അവരുമായുള്ള സാമ്പത്തിക ഇടപാട് അക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസിനാകും. അപ്പോൾ സജീറിനെ എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സജീറിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോലീസിന്റെ നടപടി. സജീറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഡാൻസ് ഓഫ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ സജീറിനെ അറസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് പോലീസ് അവിടെ എത്തിയത്. പക്ഷേ സജീറിനെ കണ്ടെത്താനായില്ല. സജീർ ഇയാളുടെ മുറിയിൽ ഉണ്ടാകുമെന്ന അനുമാനിച്ച് പോലീസ് അവിടെ എത്തുമ്പോൾ സജീർ അവിടെ ഇല്ല. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി എന്നാണ്, അവിടെ നിന്നാണോ അല്ലെങ്കിൽ ആ പരിസരത്തെത്തി എങ്ങോട്ടേക്ക് പോയി. പക്ഷേ അന്ന് രാവിലെ മുതൽ സജീർ ഈ ഷൈൻ ടോം ചാക്കോവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. 20,000 രൂപ കൈമാറിയിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഷൈനിന് ജാമ്യം ലഭിക്കും. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ കൊണ്ടുപോകുമോ ഇല്ലയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇനി അറിയാനുള്ളത്. നേരത്തെ പോലീസുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കില്ല. ഒരു പക്ഷേ ഇവിടെ നിന്ന് വെച്ച് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസേ ഉള്ളൂ. നിലവിൽ 1 വർഷവും 6 മാസവുമാണ് 2 കേസുകളിലും ശിക്ഷയായി വരുന്നത്. അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ വിവാദമായ പശ്ചാത്തലത്തിൽ കോടതിയിലേക്ക് കൊണ്ടുപോകാം. നേരത്തെ ഓംപ്രകാശുമായി ബന്ധപ്പെട്ട കേസിൽ 0.22 മില്ലിഗ്രാം MDMA കൊക്കൈനാണ് പിടികൂടിയെന്ന് FIR ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ അത് കൺസ്യൂമബിൾ അല്ലെങ്കിൽ അത് അത്ര ലാർജ് ക്വാണ്ടിറ്റി അല്ലാത്ത പശ്ചാത്തലത്തിൽ അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു കേസായിരുന്നു. എന്നാൽ പിന്നീട് അന്ന് വാർത്തയാവുകയും വിവാദമാവുകയും ഒക്കെ പശ്ചാത്തലത്തിലാണ് കോടതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം വന്നെത്തിയത്. പിന്നീട് കോടതിയിൽ നിന്ന് ഓംപ്രകാശിന് ജാമ്യം ലഭിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമാനമായ സാഹചര്യം ഇവിടെയും സ്വീകരിച്ചാലും പോലീസിന് വീഴ്ച അല്ലെങ്കിൽ പോലീസിനെ തെറ്റു പറയാൻ ആകില്ല. അതുകൊണ്ട് അതിലൊരു വ്യക്തത വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും അതിലൊരു വ്യക്തത വരിക. മേലുദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ACP ജയകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ ആ ഒരു മീറ്റിംഗിന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാകും. ഷൈനെ പോലീസ് ഒരു ചെറിയ രീതിയിലെങ്കിലും കൂട്ടാൻ പോലീസിന് ആയിട്ടുണ്ട്. വകുപ്പുകൾ ഗുരുതരമല്ല എങ്കിൽ പോലും വകുപ്പുകൾ ചുമത്താൻ പോലീസിന് ഒരു വഴി തുറക്കുന്ന ഇടപെടൽ കൂടിയാണിത്. മലയാള സിനിമ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമ മേഖലയിലെ ലഹരി ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ ഓപ്പണർ കൂടിയാണ് ഷൈൻ ടോമിന്റെ അറസ്റ്റ്. കാരണം ഒരു പരാതിയോ കേസോ ഒന്നുമില്ലാത്ത പശ്ചാത്തലത്തിലാണ് പോലീസ് വളരെ അതിവിദഗ്ധമായ ഒരു ഓപ്പറേഷൻ നടത്തി അല്ലെങ്കിൽ വളരെ കൃത്യമായൊരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ നടത്തി അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് പോയത്. പ്രത്യേകിച്ച് പരാതികളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഡാൻസ് ഓഫിന്റെ റിപ്പോർട്ടാണ്. ഡാൻസ് ഓഫിന്റെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ നിരീക്ഷണത്തിലുമൊക്കെ ഷൈൻ ടോം ചാക്കോ ഈ ഡാൻസ് ഓഫ് എത്തുന്ന ബ്ലാക്ക് സ്പോട്ട് പോലുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇടപാടുകളൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിൽ അയാളുടെ സാന്നിധ്യമുണ്ട് എന്നൊരു വിവരം ഡാൻസ് ഓഫിനുണ്ടായിരുന്നു. ആ വിവരങ്ങളൊക്കെ ചേർത്താണ് റിപ്പോർട്ട് നൽകിയത്. അതെല്ലാം ചേർത്തായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ തിരിച്ച് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അദ്ദേഹത്തിന്റെ അഭിഭാഷകരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്.